ഫോൺ അധികം സംസാരിക്കുകയില്ല. പിന്നെ പെട്ടെന്ന് വിളിച്ച് ബ്ലോക്ക് ചെയ്ത് വിടുക. പിന്നെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് അമിതമായിട്ടുള്ള ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ തെറ്റായ ഒരു വഴിയിലൂടെ ജീവിതം നയിക്കുകയും അനാവശ്യമായിട്ടുള്ള സുഹൃത്ത് ബന്ധം മൂലം ജീവിതം താറുമാറാകുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. അപ്പം ഞാൻ അമിതമായിട്ട് ദുഃഖത്തിലാണ്ടു. അപ്പം ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തിട്ട് ഇതാകാതെ പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഹസ്ബൻഡ് വീണ്ടും ലീവിന് വന്ന് ആകെ 1 മാസം ഒന്നും പോലും നിൽക്കില്ല. ബംഗ്ലാദേശിൽ ഇപ്പോൾ 13 ദിവസം അല്ലെ 10 ദിവസം 8 ദിവസം ഇങ്ങനെയൊക്കെ നിൽക്കുകയുള്ളായിരുന്നു. അപ്പം ഞാൻ പിന്നെ വന്നപ്പോഴത്തേക്ക് നിർബന്ധപൂർവ്വം വരത്തില്ലായിരുന്നു ഇവിടെ. ഞാൻ നിർബന്ധപൂർവ്വം ഇവിടെ കൊണ്ടുവരികയും ഉടമ്പടി പിന്നെ രണ്ടാമത്തെ ആദ്യമായിട്ട് എടുക്കാൻ വന്ന ആ സമയത്താണ് ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഞാനിവിടെ അപ്പം മാതാവിനോട് നിയോഗം വെച്ചു. എൻ്റെ മാതാവെ, എനിക്ക് ഇന്ത്യക്കകത്ത് ഹസ്ബൻഡിനെ വരുത്തണേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളൂ, പിന്നെ ആൾ നല്ല രീതിയിലേക്ക് വരികയും ചെയ്യണമെന്ന് പറഞ്ഞാണ് നിയോഗം എഴുതി സമർപ്പിച്ച് ഇതാക്കി വെച്ചത്. എന്നിട്ട് ഞാൻ പോകുമ്പോൾ ഹസ്ബൻഡ് തിരിച്ച് പിന്നെ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് വെച്ച ഉപ്പും തേനും പിന്നെ ഇവിടുത്തെ കുറച്ച് ഒരു പിടി മണ്ണും ഹസ്ബൻഡിൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തു. ആൾ കൊണ്ടുപോകത്തൊന്നും ഇല്ലായിരുന്നു. എന്നാലും നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തു വിട്ടു.